ലോകം മുഴുവൻ ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിൽ മുഴുകുമ്പോൾ ആ കാൽപന്ത് കളിയെ പ്രകൃതിയിലേക്കുള്ള വലിയ അനുഗ്രഹമാക്കി മാറ്റുകയാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കത്തോലിക്ക വൈദികൻ. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി ലോകകപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ അവിടെ പിറക്കുന്ന ഓരോ ഗോളിനും പകരമായി കേരളത്തിൽ മരത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന തിരക്കിലാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജറും കായിക അധ്യാപകനും പ്രകൃതി സ്നേഹിയുമായ ഫാദർ ജോയി പീണിക്കപ്പറമ്പിൽ. അവിടെ ഗോളുകൾ വലകുലുക്കുമ്പോൾ തന്നെ ഇങ്ങ് കേരളത്തിലെ വിവിധ ഇടവക പള്ളികളിൽ നേരിട്ടെത്തി ജനങ്ങളോട് സംസാരിച്ച് തൈകൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ് അദ്ദേഹം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ നേതൃത്വത്തിലാണ് ഒരു ഗോളിന് ഒരു മരം പദ്ധതി എന്നുള്ള സ്വപ്നത്തിലേക്ക് മനുഷ്യരെ നടത്താൻ ശ്രമിക്കുന്നത്. 2010 മുതലാണ്, സൗത്ത് ആഫ്രിക്കയിൽ നടന്ന വേൾഡ് കപ്പ് മുതലാണ് ഒരു ഗോളിന് ഒരു മരം പദ്ധതി ഞാൻ കുറിച്ചത്. അന്ന് 1500ഓളം മരങ്ങളാണ് ക്രൈസ്റ്റ് കോളേജ് ക്യാമ്പസിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നീട് നടന്ന ഓരോ വേൾഡ് കപ്പിലും 2014 ബ്രസീലിലായിരുന്നു. അന്ന് ഒരു ഗോളിന് ഒരു നാട്ടുമാവും തൈ എന്നുള്ള പദ്ധതിയായിരുന്നു നടപ്പിലാക്കിയത്. 480ഓളം നാട്ടുമാവിൻ്റെ തൈകൾ ക്യാമ്പസിലും നാട്ടിലും പൊതുസ്ഥലങ്ങളിലൊക്കെ പോയി വയ്ക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. 2018 റഷ്യൻ വേൾഡ് കപ്പായിരുന്നു. റഷ്യൻ വേൾഡ് കപ്പിൽ നമ്മൾ പ്ലാവും മാവും കൂടെ ചേർത്തിട്ടുള്ളൊരു സംവിധാനമായിരുന്നു. 2022 വന്നപ്പോൾ ഖത്തർ വേൾഡ് കപ്പായിരുന്നു. സീസൺ മാറി. സാധാരണ വേൾഡ് കപ്പ് വരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. പക്ഷേ ഖത്തർ വേൾഡ് കപ്പ് വന്നപ്പോൾ അത് നവംബർ ഡിസംബർ മാസത്തിൽ പോയപ്പോൾ ചൂടുകാലമായി, ആൾക്കാർ വയ്ക്കാനുള്ള പരിശ്രമം കുറവായിരിക്കും. അതുകൊണ്ടാണ് വിയറ്റ്നാം പ്ലാവിലേക്ക് മാറിയത്. അന്ന് 172 ഗോളുകൾ പിറന്നപ്പോൾ 294ഓളം വിയറ്റ്നാം പ്ലാവിൻ്റെ തൈകൾ നമ്മൾ മനുഷ്യർക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ചക്കയൊക്കെ ഉണ്ടായ ആൾക്കാരെ വിവരം പറയാറുണ്ട്. നമ്മുടെ ക്യാമ്പസിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്ലാവുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം വന്നു കഴിഞ്ഞപ്പോൾ ഈ വേൾഡ് കപ്പിന് പ്രത്യേകതയുണ്ട്. ഇത് 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ വേൾഡ് കപ്പ് അരങ്ങേറുന്നത്. ആദ്യമായിട്ടാണ് 3 രാജ്യങ്ങളിലായിട്ട് വേൾഡ് കപ്പ് ഫുട്ബോൾ അരങ്ങേറുന്നത്. കാനഡ, USA, മെക്സിക്കോ 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതുതന്നെയല്ല, ഇതുവരെ 32 ടീമുകളായിരുന്നു വേൾഡ് കപ്പിനുണ്ടായിരുന്നതെങ്കിൽ ഈ വേൾഡ് കപ്പിന് 48 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതിനേക്കാൾ ഉപരി ഒരു മലയാളി ഖത്തർ രാജ്യത്തിൻ്റെ ഭാഗമായി ടീമാംഗമായി അതിലുണ്ട് എന്നുള്ളതും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം നൽകുന്ന കാര്യമാണ്. ഈ ദിവസങ്ങളിലൊക്കെ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇഷ്ടപ്പെട്ട ടീമുകളായിട്ടുള്ള അർജൻറ്റീനയും ബ്രസീലും മെക്സിക്കോ തുടങ്ങിയ ടീമുകളൊക്കെ അവരുടേതായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഏറ്റവും സുന്ദരമായിട്ടുള്ള പ്രതിഭകളെ കാണുന്ന, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വേൾഡ് കപ്പ് പച്ച മൈതാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെസ്സിയുടെ 40 വയസ്സിലേക്ക് 39 വയസ്സ്, 40ലേക്ക് തീരും. ഇതുപോലെ സുന്ദരമായി കളിക്കുന്ന ഒരു ടീമിനെ നയിക്കുന്ന ഒരു വ്യക്തിത്വം 3 ഗോളുകൾ നേടിക്കൊണ്ട് അർജൻറ്റീനയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വയ്ക്കാൻ മെസ്സിക്ക് ആയി എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്പെയിനെ പിടിച്ചു കെട്ടിയിട്ടുള്ള എതിർ ടീമിൻ്റെ ഗോൾ കീപ്പറുടെ പ്രകടനം, 40-ആം വയസ്സാണ്, സ്വപ്നമാണ് ഒരു വേൾഡ് കപ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. എന്ത് സുന്ദരമായിട്ടുള്ള പ്രകടനമായിരുന്നു ആ ഗോൾ കീപ്പറുടേത്. ഇങ്ങനെ സുന്ദരമായിട്ടുള്ള പ്രതിഭകളെ കാണുന്ന, അവരുടെ ശാരീരികമായിട്ടുള്ള വടിവ് കാണുന്ന, ശരീരക്ഷമത കാണുന്ന, ഫിറ്റ്നസ് കാണുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കല നമുക്ക് ആസ്വദിക്കാൻ, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഫുട്ബോളിൻ്റെ കഥ, ലോകം മുഴുവൻ ഒരു ഫുട്ബോളിനോടും ചെറുതാകുന്ന കഥ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 410 ഗ്രാം മുതൽ 450 ഗ്രാം വരെ ഉള്ള തൂക്കമുള്ള ഒരു ബോളിൻ്റെ പുറകെ ലോകം മുഴുവൻ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആവശ്യത്തോടെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അവിടെ അവർ എത്ര ഗോൾ വേണമെങ്കിലും അടിച്ചോട്ടെ, ഒരു ഗോളിന് 10 മരം കണക്കാക്കി 2000 മരങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. 1000 പ്ലാവിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഡനങ് റെഡ് ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകളും അതുപോലെ കൊളംബോ മാവിൻ്റെ 1000 തൈകളാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഗോളടിക്കുമ്പോൾ ഞാൻ ഇടവപ്പള്ളികളിൽ പോകുന്നു, അവിടെ സംസാരിക്കുന്നു, മാവും പ്ലാവും ഞാൻ അവിടെ കൊടുക്കുന്നു.
അധ്യാപകർക്ക് കൊടുക്കുന്നു, കുട്ടികൾക്ക് കൊടുക്കുന്നു, നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുന്നു. ഈ വേൾഡ് കപ്പിൻ്റെ ഭാഗമായി 2-3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായി ചക്കയും മാങ്ങയും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും. പച്ചപ്പിൻ്റെ കഥ പറയാൻ നമുക്കാകും. ഫ്ലെക്സിനേക്കാളും പ്ലാസ്റ്റിക്കിനേക്കാളും പച്ചപ്പിൻ്റെ ഭക്ഷണത്തിൻ്റെ കഥ പറയാൻ ഈ വേൾഡ് കപ്പിൽ കൂടെ 23ാമത് വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പ്, കാൽപന്ത് കളിയുടെ കഥകൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ പച്ചപ്പിൻ്റെ കഥ പറയാൻ കേരളക്കരയ്ക്ക്, ഇരിഞ്ഞാലക്കുടയ്ക്ക് സാധിക്കുമെന്നുള്ളത് സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ലോകകപ്പിൽ ഇത്തവണ റെക്കോർഡ് ഗോളുകൾ പിറക്കണമെന്നാണ് ഫാദർ ജോയിയുടെ പ്രാർത്ഥന. ഗോളിന്റെ എണ്ണത്തിനനുസരിച്ച് വിതരണം ചെയ്യാനും നടാനുമായി മികച്ച ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷ തൈകൾ അദ്ദേഹം ഇതിനകം തന്നെ ക്യാമ്പസിൽ സജ്ജമാക്കി കഴിഞ്ഞിരുന്നു. 1000 ഡെനങ് റെഡ് പ്ലാവിൻ തൈകൾ, 1000 കൊളംബിയൻ മാവിൻ തൈകൾ. ഈ ലോകകപ്പിൽ മൊത്തം 2000 ഗോളുകളെങ്കിലും പിറക്കണമെന്നാണ് ഈ കായിക പ്രേമിയായ വൈദികന്റെ ആഗ്രഹം. അങ്ങനെ വന്നാൽ വരും തലമുറയ്ക്കായി മധുരം കിനിയുന്ന 2000 വൃക്ഷങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ വളരുക. ഈ വേൾഡ് കപ്പിന്റെ ഭാഗമായി 2-3 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൽ ചക്കയും മാങ്ങയും ഒക്കെ നിറയുമെന്ന് ഫാദർ ജോയി ആത്മവിശ്വാസത്തോടെ പറയുന്നു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യം കാരണം ജനങ്ങൾക്കിടയിൽ പ്ലാവച്ചൻ എന്ന പേരിലാണ് ഫാദർ ജോയി പീണിക്കപ്പറമ്പിൽ അറിയപ്പെടുന്നത്. ഇത് ആദ്യമായല്ല അദ്ദേഹം ലോകകപ്പിനെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നത്. ഇതിനോടകം 28,345 മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. കളി കാണുന്ന ആവേശത്തിനൊപ്പം ഈ മരങ്ങൾ വളരുന്നതും നമ്മൾ കാണണമെന്ന് ഫാദർ ജോയി പീണിക്കപ്പറമ്പിൽ പറഞ്ഞു. കളിപ്രേമികൾ ഗോളുകൾക്കായി ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ ആർത്തുവിളിക്കുമ്പോൾ ഓരോ ഗോളിനെയും പ്രകൃതിയുടെ സുന്ദരമായ ഓർമ്മപ്പെടുത്തലാക്കി മാറ്റി മണ്ണിൽ വിപ്ലവം തീർക്കുകയാണ് ഈ മാതൃകാ വൈദികൻ.